ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഈ പോക്ക് എങ്ങോട്ടാന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഉണ്ടാവും. തമ്പനയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതെ, നമ്മൾ ഗുരുവായൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനിയന്റെ താലികെട്ട് ഗുരുവായൂർ വെച്ചിട്ടാണ്. അതായത് ശ്രീരാഗിന്റെയും ദേവികയുടെയും നമ്മുടെ അമ്മിണിക്കുട്ടിയുടെ താലികെട്ട് ഗുരുവായൂർ വെച്ചിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തലേ ദിവസം തന്നെ അങ്ങോട്ട് പോവാണ്. അവിടെ റൂം എടുത്ത് അവിടെ തങ്ങി രാത്രിയൊക്കെ ഒന്ന് പോയി ഒക്കെ ഒന്ന് കറങ്ങി തൊഴുത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് ചടപടേന്ന് റെഡിയായി നമുക്ക് താലികെട്ടിന് പോകണം. അപ്പൊ നമുക്ക് പോവാം. എങ്ങനെയുണ്ട് എൻ്റെ ഹെയർ സ്റ്റൈല്? എല്ലാവരും ചേച്ചി ഈ പൊക്കി കെട്ടല്ലേ, ഹെയർ സ്റ്റൈല് മാറ്റെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അങ്ങോട്ട് ഹെയർ സ്റ്റൈലാ മാറ്റി, അങ്ങോട്ട് അഴിച്ചിട്ടു. പക്ഷേ ഉണ്ടല്ലോ, ഈ ഫ്രീ ഹെയർ ആയിട്ട് ഇടുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടാ. ഇപ്പൊ 2-3 തവണ ഇട്ടിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് മാനേജ് ചെയ്തുകൊണ്ട് പോന്നു. അതിൻ്റെ ഇടയിൽ കണ്ട 3 സുന്ദരി കൈകൾ എൻ്റെയും ജാനുവിൻ്റെയാണ്. ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനൊക്കെ ഇട്ടതാണ്. ജാനു സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഇട്ടേ, പോരാൻ നേരത്തെ ഇട്ടത്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ കയ്യിലത്തെ ഉണങ്ങിയിട്ടില്ല, പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യം കൊണ്ട് അത് മൈലാഞ്ചി കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് അവിടെ എത്തണം വരെ ഡീസൻ്റ് ആയിട്ട് കൂട്ടിയിരുന്നു കേട്ടോ കാറിൽ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ മുടി അഴിച്ചിട്ടിട്ട് ഓക്കെ ആണോ, മുടി അഴിച്ചിട്ടിട്ട് കുഴപ്പമുണ്ടോ, അതാണ് സത്യം പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കണേ. എന്താന്ന് വെച്ചാൽ എൻ്റെ സാധാരണ സ്റ്റൈലല്ലാതെ വേറൊരു സ്റ്റൈലിലേക്ക് മാറിയപ്പോൾ തന്നെ എനിക്ക് ചെറുതായിട്ടൊരു ഡിസ്കംഫേർട്ട് തോന്നി. ഇപ്പൊ ഓക്കെയാണ് കേട്ടാ. ഈ കുട്ടികൾ എന്ന് കറി കയറിയാലും ആ മുകളിലത്തെ ഗ്ലാസിന്റെ ആ സംഭവം അങ്ങോട്ട് തുറന്നിട്ട് ആ ഗ്ലാസ്സിൽ നോക്കിക്കൊണ്ടിരിക്കും. ഗ്ലാസ്സിലല്ല, ഗ്ലാസ്സിൽ കൂടെ പുറത്തത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കും. പുറത്തൊന്നുമില്ല, ആകാശമാണല്ലോ. കുറെ കിളികൾ പോകുമ്പോൾ 2 കിളി, 3 കിളി, 4 കിളി ഇങ്ങനെ എണ്ണിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ പറയായിരുന്നു, എൻ്റെ പ്രശാന്തേട്ടാ, ഈറ്റങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കും അവരുടെ കഴുത്ത് കഴിച്ചിട്ടുണ്ടാവും കേട്ടോ മോളിക്ക് നോക്കിക്കൊണ്ടിരുന്നിട്ട് എന്ന്. പിന്നെ പിള്ളേരെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടാ. അങ്ങനെ കിളികളൊക്കെ പറന്നു പോകുന്നതും അതൊക്കെ കാണാനൊരു രസമുണ്ട് മോളിക്ക് നോക്കുമ്പോ. കണ്ടോ കിളികൾ കൂട്ടായിട്ട് പോകുന്നത്? അവരവരുടെ കൂട്ടിലേക്ക് പോവാണ് കേട്ടാ. സന്ധ്യയില്ലേ, വീട്ടിലേക്ക് പോവാണ് അവരെല്ലാവരും കൂടിയിട്ട്. ഇത് രസാല്ലേ, ഒരുമിച്ച് ഇങ്ങനെ പറക്കുമ്പോൾ പല ഡിസൈനുകൾ വരുന്ന പോലെ തോന്നും. പിന്നെ ഒരു കാര്യം പറയാലോ, ഞങ്ങൾ വൈകിട്ടാണ് ഇറങ്ങിയത്. അതുപോലെ സാറ്റർഡേ ആയിരുന്നു കല്യാണം. അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പതുക്കെ 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 നിരങ്ങി നിരങ്ങിയാണ് ഞങ്ങൾ ഹോട്ടലിലെത്തിയത് കേട്ടാ. ഞങ്ങളെക്കാളും മുമ്പ് എത്തിയത് അച്ഛനും അമ്മയും സന്ധിജിത്തും ചെക്കനും കല്യാണ ചെക്കനൊക്കെയാണ് കേട്ടാ. അപ്പൊ വന്ന വഴിയത്തെ വിശേഷങ്ങൾ മരുമോനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ഛൻ. കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ എനിക്ക് വീഡിയോ എടുത്ത് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ആരാന്നറിയോ? എൻ്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള, അമ്മയുടെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഡേവിസേട്ടനാണ് കേട്ടാ. അപ്പൊ രാജേഷനും ഡേവിസേട്ടനും അവരെ റൂമിലേക്ക് പോയ സ്ഥിതിക്ക് ഇനി ഞാൻ തന്നെ വീഡിയോ എടുക്കാം. ഇതാണ് ഞങ്ങളുടെ ഒരു റൂം എന്ന് വെച്ചാൽ ഒരു ഫ്ലാറ്റ് പോലെയാണ്. 3 റൂം, ഹാള്, അടുക്കള, ടോയ്ലറ്റ്, അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുള്ളൊരു ഫ്ലാറ്റ് പോലത്തെ സംഭവമാണ്. അതാണ് കേട്ടോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കണേ. നല്ല ഹോട്ടലാണ് കേട്ടോ, നല്ല അടിപൊളി സെറ്റപ്പായിരുന്നു. പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ആരുടെയോ ഒരാളുടെ AC ഇടുമ്പോൾ പെട്ടെന്ന് കരണ്ടാ പോവും. പിന്നെ അവരെ വിളിച്ചു പറഞ്ഞാൽ അവർ ശരിയാക്കും. അത് ഏതോ ഒരു AC യുടെ പ്രശ്നമായിരുന്നു. ബാക്കിയൊക്കെ അടിപൊളിയാണ് അവരുടെ സർവീസ് കേട്ടോ. എന്തായാലും ഗുരുവായൂർ വന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്കൊന്ന് പോകാണ്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോവാണ്. പ്രശാന്തേട്ടൻ വിക്ടറി ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ അങ്ങോട്ട് നടന്നു തുടങ്ങി. ഇതാണ് നമ്മുടെ രാജേട്ടൻ. രാജേട്ടനെ നിങ്ങൾക്ക് അറിയായിരിക്കും. അതാണ് നമ്മുടെ ഡേവിസേട്ടൻ. അപ്പൊ ആദ്യം തന്നെ ആര്യാസി കയറി കുറച്ച് ഫുഡ് അടിക്കാന്ന് വിചാരിച്ചു. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ദേവിക കുട്ടിയുടെ വീട്ടുകാർ അവരൊക്കെ വരുന്നേ ഉള്ളൂ, വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പൊ അവര് വരുമ്പോഴത്തേക്കും ഒരുമിച്ചാണ് കയറി തൊഴാന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ സമയം കളയാനായിട്ട് നമുക്ക് ഫുഡ് അടിച്ച സമയം കളയാന്ന് അങ്ങനെ വിചാരിച്ചു. നമ്മൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ട്. ഒന്ന് തൊഴുതിട്ടാവാം.
അതാ ഞങ്ങൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും അവരെത്തിയിട്ടില്ല, വെയിറ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മെയിൻ ആള് വന്നിട്ടുണ്ട്. ദേവികക്കുട്ടിയും അച്ഛനും അമ്മയും വീട്ടുകാരൊക്കെ വന്നിട്ട് നമ്മുടെ കേശുകുട്ടനും വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് ഇനി ഉള്ളിൽ പോയി തൊഴുതിട്ട് വന്നിട്ട് കുറച്ച് പൂവ്, ബൊക്ക, കാറിൽ വെക്കാനുള്ള ബൊക്കയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സെറ്റാക്കിയിട്ട് ഞങ്ങൾ വരുമ്പോഴത്തേക്കും ഇവിടെ എൻ്റെ അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് ഇരുപ്പായി വർത്താനം പറഞ്ഞു പറഞ്ഞു രാജേട്ടനെ പറയാ ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞിട്ട് വെറുതെ കാണിക്കാട്ടാ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നടന്ന് 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 ഒരു ജ്യൂസൊക്കെ കുടിച്ച് റൂമിലേക്ക് പോയി. ഇനി അടുത്ത ദിവസത്തെ വീഡിയോ കണ്ടാലോ. അപ്പൊ നമ്മുടെ കല്യാണം മൂഡ് ഓണാണ് മക്കളെ, കല്യാണാണ്. ദാ പെൺകുട്ടി സുന്ദരിമണിയായിട്ട് മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, ഞങ്ങളും പുറകിൽ ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയോ, നേരം വൈകിയ കാരണം വേഗം പോവാണ് കേട്ടോ ഓരോരുത്തരും. ഫോട്ടോഗ്രാഫേഴ്സിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കാനുള്ള ടൈമില്ല. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ഫ്രണ്ടിൽ കൂടെ നടന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിതാ ഗുരുവായൂരിൻ്റെ ഫ്രണ്ടിലെത്തി. ഇനി ഗുരുവായൂർ ചെന്ന് നമ്മളുടെ താലികെട്ടിൻ്റെ നമ്മുടെ ടോക്കൺ ആവുമ്പോൾ താലികെട്ട് കാണാം. അപ്പം നമ്മുടെ ടോക്കൺ അടുത്തതാണ്. അപ്പം നമ്മുടെ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഐ ഡിയിലുള്ള ആൾ തന്നെയാണോ ഇത്. പിന്നെ കൂടെ ആൾക്കാരുള്ള സ്ഥിതിക്ക് അവർക്ക് അത്ര പ്രശ്നമല്ല. അല്ലാതെ കൂടെ ആൾക്കാരില്ലാണ്ട് ഇങ്ങനെ ഒളിച്ചോടിയൊക്കെ കല്യാണം കഴിക്കാൻ കുറേ പേര് വരുമല്ലോ. അതുകൊണ്ടാണ് ഈ ഐ ഡി കാർഡൊക്കെ പരിശോധിക്കണേ അവർ. കൂട്ടത്തിലെല്ലാവരും കുറച്ച് ടെൻഷനും കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദേവികക്കുട്ടിയുടെ ചേട്ടനും വൈഫ് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലാണ്. ആളുടെ ഡെലിവറി ഇവരെ കല്യാണത്തിൻ്റെ അന്നാണ്. അപ്പോൾ ഇവരെ കല്യാണത്തിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയും ആ കുഞ്ഞിൻ്റെ പിറന്നാളും ഒരുമിച്ച് ആഘോഷിക്കാമല്ലേ ഇനി. അപ്പോൾ ദക്ഷിണ കൊടുക്കൽ ചടങ്ങാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കും ചേട്ടനും അച്ഛനും അമ്മയ്ക്കും ചിറ്റയ്ക്കും എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്തു കേട്ടോ. നമ്മുടെ ജാനും കേശും നംശവും ഒരുമിച്ചായിരുന്നു കല്യാണം കഴിയുന്നത് വരെ കേട്ടോ. ഭയങ്കര കളിയായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അതാ ദേവികയുടെ അങ്കിളാണ് ജാനുവിൻ്റെ കൈമയും കേശുവിൻ്റെ കൈമയും നംശീവിനും പിടിച്ചുകൊണ്ട് നിൽക്കണേ കേട്ടോ. ഇതാണ് നമ്മുടെ ബീനമ്മ. അപ്പം എല്ലാവരും ഉണ്ട്. അപ്പം നമുക്ക് തലികിട്ട് കണ്ടാലോ ഇനി. പിന്നെ ഞാനും പ്രശാന്തേട്ടനും ഉണ്ട് കേട്ടോ. ഞങ്ങൾ ചെറുതായിട്ട് മാച്ചിങ് ആയി അല്ലേ. ഞാൻ മാച്ചിങ് ഒന്നും ആവില്ല എന്ന് വിചാരിച്ചു. ഡ്രസ്സൊന്നും അങ്ങനെ മാച്ചിങ് നോക്കിയിട്ടല്ല എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മാച്ചാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ നോക്കിയപ്പോൾ ഈ ഡ്രസ്സ് മാച്ചായി അല്ലേ. അച്ഛനും അമ്മയും ഞാനും ചേട്ടനും എല്ലാവരും മാച്ചായി. സെറ്റിൻ്റെ ആ സംഭവമാണ് എല്ലാവരും എടുത്തത്. അപ്പോൾ ഒരു മാച്ചായി കിട്ടി. അമ്മയ്ക്ക് ഈ കല്യാണം തുടങ്ങിയതിൻ്റെ 1 മാസം തൊട്ട് മുഖം ഇങ്ങനെയാണ് കേട്ടോ. ടെൻഷൻ അടിച്ച് ഭയങ്കര ടെൻഷനാണ്. ആ ടെൻഷനിൽ ഞങ്ങളെയൊക്കെ തൊട്ടേനും പിടിച്ചതിനൊക്കെ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിട്ടാ. അപ്പോൾ നമുക്ക് നമ്മുടെ കല്യാണ ചക്കനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഷർട്ടൊക്കെ മാറി തോൾമുണ്ടൊക്കെ ധരിക്കുകയാണ്. അത് സെറ്റാക്കി ഒന്ന് ഇട്ടാൽ നെടീന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എന്താ പറയുക, സൈഡിലത്തെ കരയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മര്യാദയ്ക്ക് ഇടിച്ചേക്കാം, വല്ലാണ്ട് പുതയ്ക്കണ്ട, നിൻ്റെ ജിം ബോഡി കണ്ടോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ.
പാവണ്ട് കേട്ടോ അമ്മിണി. നമ്മുടെ ദേവികുട്ടിയെ ഭയങ്കര ടെൻഷനിലാണ്. ചേട്ടനും വൈഫും കൂടി ഇല്ലാത്തതിൻ്റെ ഭയങ്കര വിഷമത്തിലൊക്കെയാണ്. പാവം എന്നാലും ചിരിച്ച് കാണിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ആൾക്ക് സങ്കടവും വരുന്നതായിട്ടാ. ബാക്കി ദക്ഷിണയും കൂടി കൊടുക്കാനുണ്ട്. ഞങ്ങൾക്കല്ലേ തന്നിട്ടുണ്ടായുള്ളൂ. ഇനി അച്ഛനും അമ്മയ്ക്കൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ പോവാണ്. ഇനി അച്ഛനും അമ്മയ്ക്കേ കൊടുക്കാനുള്ളൂ. അമ്മയ്ക്ക് ലാസ്റ്റ് എങ്ങാണ്ടല്ലേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് കൊടുക്കാണ്ട് വെച്ച് ഇത്ര നേരം. അപ്പോൾ അത് ഇപ്പോൾ അതൊക്കെ കൊടുത്ത് അനുഗ്രഹമൊക്കെ വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി താലികെട്ട് കാണാം. ദാ നമ്മുടെ ടോക്കൺ വിളിച്ചു, നമ്മൾ കയറുകയാണ് കേട്ടോ. പാവണ്ട് നമ്മുടെ ബീനമ്മയ്ക്ക് അത് ഭയങ്കര ടെൻഷനാ. ആളുടെ മനസ്സൊന്നും ഇവിടെ ആയിരുന്നില്ല. ആളതന്നെ പറയായിരുന്നു എൻ്റെ അടുത്ത്. എല്ലാം ഭംഗിയായി തീർന്നുള്ള മോളെല്ലാം കഴിഞ്ഞപ്പോഴേ അവിടെ കുഞ്ഞാവിയായി, ഇവരെ കല്യാണം കഴിഞ്ഞു, എല്ലാം ഒരുമിച്ചായിരുന്നേ. അപ്പോൾ ആകെ ടെൻഷനായിരുന്നു. എന്താ വെച്ചാൽ ആൾ അവിടെ വേണ്ട സമയമാണെന്ന് ആൾ മനസ്സുകൊണ്ട് അവിടെ തന്നെയായിരുന്നു കേട്ടോ. ഏത് സമയം അതന്നെ പറയായിരുന്നു. കല്യാണം കാണാൻ വേണ്ടിയിട്ടേ ഹോസ്പിറ്റലിൽ നിന്ന് വീഡിയോ കോൾ ചെയ്തേക്കാണേ. അത് കണ്ടിട്ട് നമ്മുടെ അമ്മണിക്ക് വിഷമം വരിക. എനിക്കിതൊക്കെ കാണുമ്പോൾ ഇപ്പം എനിക്ക് ഭയങ്കര വിഷമം വരുന്നു. അപ്പം ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഞാൻ താലി എങ്ങനെയാണെന്നുള്ളതൊക്കെ കറക്റ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാവണ്ട് കേട്ടോ ദൈവമേ. നമ്മൾ ആ സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ വിഷമം അറിയുള്ളൂ. ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഇതൊക്കെ ശ്രദ്ധിക്കണതേ. അപ്പം ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. എന്തായാലും എല്ലാം ഭംഗിയായി. കല്യാണമാണെങ്കിലും ഡെലിവറി ആണെങ്കിലും ഒക്കെ ഒരു കുഴപ്പമില്ലാണ്ട് തീർന്നു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അപ്പം നമുക്ക് താലികെട്ട് കാണാമല്ലേ. ഇനി താലിയപ്പം ഇങ്ങനെയാണ് കിടക്കേണ്ടതായിട്ടാന്നൊക്കെ പറഞ്ഞു കൊടുത്തതാട്ടാ ഞാൻ ശ്രീകുട്ടന്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് താലികെട്ട് കാണാം. അങ്ങനെ നമ്മുടെ താലികെട്ടൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇനി ഒന്ന് തൊഴണം, ഫോട്ടോഷൂട്ടുണ്ട്, കാര്യങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ഫുഡ് നമ്മുടെ ഗുരുവായൂർ ഒരു ഹോട്ടലിൽ തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമുക്ക് ചിക്കനും പിന്നിനും കൊണ്ട് പോകണം. ഇനി ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേണം, ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വേറെ ഡ്രസ്സ് ഇട്ടിട്ട് വേണം നമുക്ക് ഹാളിലേക്ക് പോകണമെങ്കിലേ.
ഇനി അങ്ങോട്ട് ഫോട്ടോഷൂട്ട് തന്നെയാണ് കേട്ടാ. കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടെ മതിയായിട്ട് ശ്രീകുട്ടൻ മതി ചേട്ടാന്ന് പറഞ്ഞ് നിർത്തിപ്പോയി. പിന്നെ ആ ഫോട്ടോഗ്രാഫേഴ്സ് എന്നോട് പറയും, ചേച്ചി ഇങ്ങനെ ഒരു ഫോട്ടോ കൂടി എടുക്കണം ഒന്ന് പറയോ, ചേച്ചി അതിട്ടിട്ട് ഒരു ഫോട്ടോയും കൂടി എടുക്കണം, ആ മാലിടാണ്ട് ഒരു ഫോട്ടോയും കൂടി എടുക്കണം ഒന്ന് പറയോ, ഇങ്ങനെ എന്നോട് പറയായിരുന്നു. ഞാൻ അവരുടെ കൂടെ തന്നെ നിൽക്കുകയാണേ. അവർ നമ്മളും ഒരുമിച്ച് ആ കാറിലാണ് പോണതേ. മറ്റൊരു നേരത്തെ പോയിട്ട് അവിടെ എല്ലാം സെറ്റാക്കണം അങ്ങനെ. എന്തോരം ഫോട്ടോ എടുത്തിട്ടും ഫോട്ടോഗ്രാഫേഴ്സിനും മതിയാവത്തോണ്ട് എന്നെ മതി ചേട്ടാ വിശന്നിട്ട് വയ്യാന്നും പറഞ്ഞിട്ട് അവൻ വേഗം നടന്നു കൂട്ടാ. ഇനി ഫുഡ് അടി കഴിഞ്ഞിട്ടാവാം ഫോട്ടോ എടുക്കലെന്നും പറഞ്ഞിട്ടതേ ഞങ്ങളെല്ലാവരും ഇഡലി കാച്ചിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. അങ്ങനെ ഫുഡ് അടിക്ക് ശേഷം വീണ്ടും ഫോട്ടോഗ്രാഫേഴ്സ് പിടിച്ചു നിർത്തി. ഇനി ഫോട്ടോഷൂട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊന്ന് പോയി ഇവരെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഡ്രസ്സ് മാറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പം എന്തായാലും നേരെ വേഗമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. അങ്ങനത്തെ പരിപാടി ഇല്ല, തിരിച്ചു കൊടുക്കില്ല അത്. ബ്രൈഡ് കുറച്ചുകൂടെ ഫേസ് ഇങ്ങോട്ട് തിരിച്ച് ബ്രൈഡ് കുറച്ച് നല്ല ചെയ്തിട്ടാ അങ്ങനെ ഒന്ന് ഫേസ് ടു നോക്കി ചിരിച്ചേ. കാണില്ല എന്നാലും അങ്ങോട്ട് നോക്കി ചിരിക്കുക. അത് കുഴപ്പമില്ല. എടാ പിന്നെ വിജു മാമ പാടത്തിരിക്കണവരുണ്ട് കേട്ടാ. ബ്രോ ഇപ്പൊ ചിരിച്ചോ മയിലൊക്കെ പൊട്ടിച്ചിരിച്ചേ ചാരി കിടന്നിട്ട് തന്നെ നോക്കിയാ മതി. ഉണ്ട് ഇരുന്നിട്ട് കൊണ്ട് വിജുമാന്റെ വേറെ 2 ദിവസം കൂടെ ഇതാ തന്നെ നല്ലതായിട്ട് ചേർക്ക. ഒന്നിവിടെ നോക്ക് നല്ല ശരി കൊടുക്കണേ. കഴിഞ്ഞോ പോവാ മതി. പോരെ അങ്ങനെ ഫോട്ടോഗ്രാഫേഴ്സ് പറഞ്ഞു വയ്യാണ്ടായി. അവരെ കിട്ടാണ്ടായപ്പോ അന്നാ കിട്ടിയ ജോഡി നിക്കട്ടെ എന്നും പറഞ്ഞ് ചെക്കൻ്റെ ചേച്ചിയല്ലേ അപ്പൊ എന്നാ നിങ്ങളുടെ ഫോട്ടോ എടുക്കട്ടെ എന്നും പറഞ്ഞ് ഞങ്ങളെ നിർത്തിയെടുക്കാണ് കേട്ടോ. പിന്നെ എനിക്ക് ഈ പരിപാടിയൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാനൊന്ന് ഇന്ന് കൊടുത്തു അങ്ങോട്ട്. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ടില്ല, താലികെട്ടും ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കാറ് വരണ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. 2 കുർണികൾ ആ പുൽത്തകിടിയിൽ ഇങ്ങനെ ഓടിച്ചാടി നടക്കാട്ടാ. ഇടയ്ക്ക് വീഴുന്നുണ്ട്, അവരുടെ അമ്മ ഓടിച്ചിട്ട് പിടിക്കുന്നുമുണ്ട്. അത് കണ്ടോണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടാ. അങ്ങനെ ഇരുന്നാലെങ്ങനെയാ, വേഗം പോയി റെഡി ആയിട്ട് ഇനി ഹാളിലേക്ക് പോണ്ടേ. എൻ്റെ ഭഗവാനെ, ബ്ലോക്ക് ഒന്നും കിട്ടാണ്ട് ടൈമിൽ അങ്ങോട്ട് എത്തിയാൽ മതി എന്നും പറഞ്ഞ് കാറിൽ കയറി ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടാ.
മൊത്തം പോവല്ലേ. ഞങ്ങൾ അന്ന് വന്നപ്പോ മഴയുണ്ടായി. അതൊന്നും സാരില്ല, ചിറ്റ വന്നോളും. ഞാൻ പറഞ്ഞു ചേട്ടനാ. ഈ പൂവിന് എന്താ പറയാ നിങ്ങളുടെ നാട്ടിലൊക്കെ? എനിക്ക് പേരറിയില്ല, പക്ഷെ ചെമ്പരത്തി അല്ല എന്ന് എനിക്കറിയാം. ദേവിക പറയണ അതാ ചെമ്പരത്തിന്ന്. ഇതല്ലേ ചെമ്പരത്തി? അപ്പൊ ഞങ്ങള് അവരെ ഹാളിൽ കൊണ്ടാക്കി തിരിച്ചു വരുമ്പോ ഞങ്ങൾക്ക് ബ്ലോക്ക് കിട്ടിയിട്ടാ. ഇനി എപ്പ റെഡിയായി അങ്ങോട്ട് എത്താനാണാവോന്ന് വിചാരിച്ച് ഒരു വിധത്തില് മുടിയൊന്നും അഴിച്ചു കെട്ടാൻ നിന്നില്ല. ഒരു വിധത്തില് സാരിയൊക്കെ എടുത്ത് കൊടുത്ത് ഒരു മേക്കപ്പും ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് ലിപ്സ്റ്റിക്ക് വാരി തേച്ചതേ ഞാൻ പോണു. എനിക്ക് ഒട്ടും തൃപ്തിയായില്ല എൻ്റെ മേക്കപ്പ്. അതാ ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കണേ കേട്ടാ. ഞാൻ ഈ സാരിയുടെ കൂടെ പെയർ ചെയ്തേണ മാലേനെ കുറിച്ച് കുറെ പേര് ചോദിച്ചു. ആ 2 മാലയും നമ്മുടെ സ്വസ്തി ഓർണമെന്റ്സ് ബൈ ഹരി എന്ന് പറഞ്ഞ എൻ്റെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടാ. ഒരു ഗെറ്റ് റെഡി ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചാൽ ഒന്നിനും നേരം ഉണ്ടായില്ല. അങ്ങനെ ഓടി കതച്ചത് അവിടെ എത്തിയപ്പോഴത്തേക്കും ചെക്കനെ കയറ്റണ സമയം അമ്മ തുരുതുരാ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇനി ഓടി ഹീലിട്ടിട്ട് എനിക്ക് ഓടാനും പറ്റണില്ലേ, മോളിലാണ് അവര്. അപ്പൊ നമ്മൾ കറക്റ്റ് ടൈമിൽ എത്തി, രക്ഷപ്പെട്ടു. ഇനി അങ്ങോട്ട് ഞാൻ ഫുള്ള് സ്റ്റേജിലായിരുന്നോണ്ട് തന്നെ എൻ്റെ വീഡിയോ എടുക്കലൊക്കെ ഒരു കണക്കാണ്. എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും എന്നോട് ക്ഷമിക്കുക. കിട്ടിയത് വെച്ച് നമുക്ക് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ മാലയിടലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുടവ കൊടുക്കൽ ചടങ്ങാണ്. അതായത് നമ്മുടെ കല്യാണ സാരി ചെക്കൻ്റെ വീട്ടുകാരെടുക്കുമല്ലോ, അത് പെണ്ണിന് കൊടുക്കുകയാണ്. അത് കൊടുത്ത് ഇനി നമ്മുടെ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കയറുമ്പോൾ, അതായത് ചെക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണ് വലതുകാല് വെച്ച് കയറുമ്പോൾ ആ പുടവ കൊടുത്തിട്ടാണ്, നമ്മുടെ കല്യാണ സാരി കൊടുത്തിട്ടാണ്, 2ാം സാരി ആണോ അങ്ങനെ എന്താണ് പറയുക, അത് കൊടുത്തിട്ടാണ് കയറുക. അപ്പോൾ ആ സാരി കൊടുക്കുന്ന ചടങ്ങാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെയും ഒരുപാട് ഫോട്ടോ എടുക്കൽ ചടങ്ങുകൾ ഉണ്ടല്ലോ. നിന്ന് രണ്ടുപേരുടെയും കാലിൻ്റെ ഉപ്പൂറ്റി അതിനെടുക്കും. എനിക്ക് തന്നെ നിന്നിട്ടും ഓടിയിട്ടും നടന്നിട്ടും ആ ഹീലുള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ടും ഭയങ്കര കാലും ഇതൊക്കെ വേദനയായിരുന്നു. അപ്പോൾ അവരുടെ അവസ്ഥ പറയണ്ടല്ലോ. എൻ്റെ കല്യാണത്തിന് ഞാനും അനുഭവിച്ചതാണ്. അപ്പം അങ്ങനെ എല്ലാവരും നിന്ന് ഇനി ഫോട്ടോ സെക്ഷനാണ്. അതിൻ്റെ ഇടയിൽ അമ്മായിമ്മമാര് മക്കൾക്ക് മാലയിടണ പരിപാടി നടക്കുന്നുണ്ട് കേട്ടാ. സത്യം പറഞ്ഞാലേ കോട്ടയത്തെ ഓരോ റൂൾസും ഇവിടുത്തെ ചടങ്ങുകളും എല്ലാം തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് സിന്ദൂരം ഇപ്പോൾ ഇടുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ താഴെ ആ തുണി വിരിച്ചിരിക്കുന്നത് ചമ്പ്രപ്പൊടി ഇട്ട് താഴെ ഇരുന്ന് സിന്ദൂരമൊക്കെ തൊടിയിച്ച് എന്നിട്ട് അങ്ങനെയൊക്കെയാണ് ഇവിടെ ചെക്കൻ ഇരുന്നിട്ട് പുടവ കൊടുത്ത് പെണ്ണ് കറങ്ങി വന്ന് വീണ്ടും ഇരുന്നിട്ട് കുങ്കുമം തൊടിയിച്ച് ചന്ദനം തൊടിയിച്ച് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. പക്ഷെ കുറച്ച് ചേഞ്ചുകൾ വരുത്തിയിട്ടുണ്ട് നമ്മൾ. 2 സ്ഥലത്തെയും കൂടിയിട്ട് മിക്സായിട്ട് പുതിയൊരു ചടങ്ങുകളാണ് നമ്മൾ നടത്തിയത്. നമുക്ക് ഇന്ന ചടങ്ങുകളൊന്നും ഇല്ല. എന്തായാലും മെയിൻ താലികെട്ട് ഗുരുവായൂർ വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ? അപ്പം അതാ 2 പേരും ഒപ്പിട്ടു. അപ്പം ഇനി ലീഗലി 2 പേരും ലോക്ക്ഡ് അല്ലേ? ഒരു തരത്തിലുള്ളൊരു ലോക്ക്, ഒരു സ്നേഹത്തിൻ്റെ താഴ്.
ഇനി അടുത്ത ചടങ്ങ് എന്ന് പറഞ്ഞാൽ പാലും പഴവും കൊടുക്കലാണ് എൻ്റെ പൊന്നെ. ഒരു ഒന്നൊന്നര ചടങ്ങാ അത് അല്ലേ? എങ്ങനെ കൊടുത്താലും മെത്തുകൂടെ പോകും, ടബിൽ പിടിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അതാ പാലും പഴവും കൊടുക്കണ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ആദ്യം തന്നെ കൊടുക്കണത് അമ്മയാണ് കേട്ടോ. അമ്മ 3 തവണയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊടുത്തത് നമ്മുടെ അച്ഛനാണ്. അച്ഛൻ ദേ 2 പേർക്കും ഓരോ പ്രാവശ്യം കൊടുത്തു, തീർന്നു. പിന്നെ കൊടുത്തത് ഞാനാണ്, ചെക്കൻ്റെ ചേച്ചിയാണ്. അങ്ങനെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പ്രശാന്തേട്ടൻ കൊടുത്തത് വീഡിയോ എടുക്കാൻ കൊടുത്ത കൊച്ച് എടുത്തില്ല. ലാസ്റ്റ് നംശുവിന് വേണമെന്ന് ചോദിക്കും എന്താണ് കിട്ടിയത്. അപ്പം അത് ഇവിടെ ഞാൻ ഇട്ടേക്കാട്ടോ. അടുത്തത് നമ്മുടെ സന്ധിച്ചിട്ടാണ് കേട്ടോ കൊടുക്കണത്. ഇനി ഓരോരുത്തർ സ്റ്റേജിലേക്ക് വരണമെങ്കിലേ ഇനി എന്തോരം കയ്യും കാലം അവിടെ നിന്ന് കാണിച്ചിട്ട് വേണമെന്നറിയോ ഒന്ന് വരണമെങ്കിൽ. അതാണ് കേട്ടോ ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണ ഓരോരുത്തരെ. ഇപ്പൊ കൊടുത്തത് ദേവികക്കുട്ടിയുടെ അച്ഛനാണേ. പിന്നെ ദേ ഇപ്പൊ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സ്മിതച്ചിറ്റയാണ്, അമ്മയുടെ ഏറ്റവും ഇളയ അനിയത്തി. നേരത്തെ കണ്ട സന്ധിച്ചിറ്റ ഇടയിലുള്ളത്. അടുത്തത് നമ്മുടെ വൺ ആൻഡ് ഓൺലി ബീനമ്മയാണ് കേട്ടാ. പാവം ടെൻഷനിലാണ്. അപ്പൊ ബീനമ്മ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ബീനമ്മയും 3 തവണ കൊടുക്കുന്നുണ്ട് കേട്ടാ. അടുത്തത് നമ്മുടെ വൺ ആൻഡ് ഓൺലി വിജയമാമൻ, ഞങ്ങളുടെ മുത്തമ്മാമനാണ്. അപ്പൊ വിജയമാമൻ ദാ കൊടുക്കുന്നുണ്ട് കേട്ടാ. ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ പങ്കജ് വല്യമ്മയുടെ കടുമാങ്ങച്ചാർന്ന്, അതാണ് പങ്കജ് വല്യമ്മ. ഇതാണ് എൻ്റെ കുഞ്ഞച്ഛൻ, കൃഷ്ണകുട്ടി കുഞ്ഞച്ഛൻ. അടുത്തതായിട്ട് പാലും പഴം കൊടുക്കുന്നത് എൻ്റെ ചെടുത്തിമ്മയാണ്, കണ്ണേട്ടൻ്റെ വൈഫ് വിനീതേച്ചി, ആള് ഡോക്ടറാണ് കേട്ടാ. നേരത്തെ പറഞ്ഞ പോലെ ഇനി നമ്മുടെ ഫോട്ടോ സെക്ഷൻ ആണേ. അപ്പൊ ഞങ്ങളുടെ ഫാമിലി അതാ നിന്ന് ഫോട്ടോ എടുക്കാണ്. അച്ഛൻ, അമ്മ, ചെക്കനും പെണ്ണും, ജാനുക്കുട്ടി, ഞാൻ, ചേട്ടൻ, നംശു. ഇനി എൻ്റെയും പ്രശാന്ത് ഏട്ടൻ്റെയും നംശുവിൻ്റെയും ജാനുവിൻ്റെയും, അങ്ങനെ ഞങ്ങൾ മാത്രമായിട്ട് ഒരു പിക്കും. അടുത്തത് നമ്മുടെ ഗീതവല്യമ്മ, കണ്ണേട്ടൻ, ശരത്തേട്ടനും ആദിചേച്ചിയും UK-ലാണ്. അപ്പം അവരുടെ വലിയൊരു കുറവ് ഇവിടെ ഉണ്ട്, പക്ഷെ അവർ മനസ്സുകൊണ്ട് ഇവിടെ തന്നെയുണ്ട്. അപ്പം കണ്ണേട്ടൻ, വിനീതേച്ചി, മുന്തിരി, നമ്മുടെ ശിവാങ്കക്കുട്ടി ഒക്കെ കൂടി ഫോട്ടോ എടുക്കാണ്. വെല്ലിച്ചനും കാലിന് ഇത്തിരി പ്രശ്നമായിട്ടിരിക്കണ ആരം കൊണ്ട് കല്യാണം കൂടാൻ പറ്റിയില്ല, പാർട്ടിക്ക് ഉണ്ടായിരുന്നു കേട്ടാ. ഇത് അമ്മയുടെ ചങ്സ് ബിന്ദു ചേച്ചി, സവിത ചേച്ചി കേട്ടാ. അമ്മയുടെ ചങ്സ് പറയുമ്പോൾ അച്ഛൻ്റെ ചങ്സിനാണ്ടേ, ഇത് അച്ഛൻ്റെ ചങ്സ് ആണേ. ഇത് നമ്മുടെ ചിറ്റ, കുഞ്ഞച്ഛൻ, ജഗപ്പൻ, കുഞ്ഞൻ. അമ്മയുടെ ഫ്രണ്ട്സ് ഫുഡ് അടിക്കാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പ് എൻ്റെ അടുത്ത് വർത്താനം പറയാൻ വന്നതാണ് കേട്ടാ. ഇത് നമ്മുടെ അനീത്തിക്കുട്ടി, അമ്മു, നിധി, നിധിയുടെ അമ്മ, അമ്മുൻ്റെ അമ്മ, അമ്മുൻ്റെ അച്ഛൻ, പിന്നെ നമ്മുടെ തൻവിക്കുട്ടിയും. പക്ഷെ ഞാൻ അവളോട് വഴക്കിട്ടിരിക്കുകയായിരുന്നു, അവൾ സ്റ്റേജിലേക്ക് വരാണ്ട് അവിടെ തന്നെ ഇരുന്ന കാരണം കൊണ്ട്. ഇത് അച്ഛൻ്റെ അനിയൻ, എൻ്റെ കുഞ്ഞച്ഛനാണ്. കുഞ്ഞച്ഛൻ്റെ അടുത്ത് നിൽക്കണത് സുസ്മി ചേച്ചിയുടെ ഹസ്ബൻഡ്, അതായത് മോളുടെ ഹസ്ബൻഡാണ്. പിന്നെ അപ്പുറത്ത് നിൽക്കണത് ചെറിയമ്മ, സുസ്മി ചേച്ചിയുടെയും മധുച്ചേട്ടൻ്റെയും മോൻ. ഇത് നമ്മുടെ ദേവികുട്ടിയുടെ സിസ്റ്റേഴ്സാണ് കേട്ടാ. ഈ തിരക്കും ബഹളമൊക്കെ കഴിഞ്ഞ് ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് വീട്ടിൽ പോയാലാണ് ഒരു സമാധാനമുള്ളൂ ഗൈസ്. ഞാനിപ്പോ താഴെ വന്നിരുന്ന് സ്റ്റേജിൽ നിന്നൊക്കെ ഇറങ്ങി എല്ലാവരെയും കണ്ട്. എല്ലാവരെയും കാണാനൊന്നും പറ്റിയില്ല. എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്താ വെച്ചാൽ ആരുടെയെങ്കിലും കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ നമുക്ക് എല്ലാ ആൾക്കാരെയും കാണാം, നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ ബന്ധുക്കാരെ എല്ലാവരെയും കാണാം, നാട്ടുകാരെയൊക്കെ കണ്ട് സംസാരിക്കാം. ഇത് നമ്മുടെ വീട്ടിലത്തെ കല്യാണമാകുമ്പോൾ നമ്മൾ സ്റ്റേജിലല്ലേ, ആരും കാണൂല, സംസാരിക്കണൂലെന്നേ. അപ്പൊ അതിൻ്റെ വിഷമത്തിലായിരുന്നു ഞാൻ. ആരോടും കാണാനും സംസാരിക്കാനും ഒന്നും പറ്റിയില്ല എനിക്ക്. ഇപ്പൊ സ്റ്റേജിൽ കണ്ടത് നമ്മുടെ ദേവികക്കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണേ. നല്ല അടിച്ചുപൊളി പാട്ടുകളാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ ചുന്തിരിപ്പെണ്ണ് ഡാൻസ് കളിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാട്ടോ. നംശിവ് എൻകറേജ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല. അങ്ങനെ അതാ നമ്മുടെ രമ്യ ചേച്ചിനെയും രമേശ് ചേട്ടനെയും കൊണ്ട് ഞങ്ങൾ സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ രമ്യേച്ചി, രമേശ് ചേട്ടൻ. എല്ലാവർക്കും അറിയായിരിക്കും, വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇവരെ പരിചിതമായിരിക്കും. അപ്പൊ അവരുടെ കൂടെ ഞങ്ങൾ ഒരു ഫോട്ടോ എടുക്കട്ടെ. വാട്ട് എ കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാനും രമ്യേച്ചി, രമേശ് ചേട്ടനും പക്കാ പീക്കോക്ക് ബ്ലൂ ആയിരുന്നു. പെർഫെക്റ്റ് മാച്ച് ആയിരുന്നു. ഞങ്ങൾ 3 പേരും കൂടി എന്നിട്ട് ഫോട്ടോയൊക്കെ എടുത്തിരുന്നു. ഞാൻ പോസ്റ്റ് ചെയ്തു തോന്നുന്നു, കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ കേട്ടാ. അപ്പൊ കണ്ട, ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ, ഞങ്ങൾ നല്ല മാച്ചിങ് ആയി. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു.
ഇൻസ്റ്റയിൽ ഫോട്ടോ ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചു എൻ്റെ സാരി സൂപ്പറായിട്ട് എവിടെ നിന്ന് എടുത്തതെന്നൊക്കെ. എനിക്ക് ഈ പീക്കോക്ക് കളർ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. അപ്പം അത് തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ ചാലക്കുടി കല്യാണിൽ നോക്കി വെച്ചിട്ടാണ് ഞങ്ങളുടെ ഡ്രസ്സ് എടുക്കൽ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ അവിടെയൊക്കെ പോയത്. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടുത്തെ ഒറ്റ സാരി ഇഷ്ടപ്പെട്ടില്ല. തിരിച്ചു വന്ന് കല്യാണിന്ന് ഇത് എടുക്കുക ചെയ്തത് ഞാൻ കേട്ടാ. അടുത്തത് നമ്മുടെ ദേവികുട്ടിയുടെ അങ്കിളും ആൻറ്റിയും ഒക്കെ കൂടിയിട്ട് മോളുടെ കുട്ടീനെ എടുത്ത് ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടാ. വിജയമാമൻ ഇതുവരെ ഫോട്ടോ എടുക്കാൻ വരാത്തതിനെ വിജയമാമനെ ചീത്ത പറഞ്ഞോണ്ടിരിക്കട്ടാ ഞാൻ. സ്വന്തം ചേച്ചി എത്തിയിട്ടുണ്ട് ഇവിടെ. എന്തുണ്ട് ചേച്ചി വിശേഷം? ആ ഓക്കെ ഓക്കെ. വ്ളോഗ് കാണാറില്ലേ? ആളും കൂടി ഉണ്ട് ഇവിടെ. അവിടെ ഓക്കെ. അടുത്തതായിട്ട് കാണുന്നത് ഇത് എൻ്റെ അച്ഛൻ്റെ മുതലാളിയായിരുന്ന വർഗീസേട്ടനാണ്. ആളുടെ കടയിലായിരുന്നു എൻ്റെ അച്ഛൻ ചായ അടിക്കാൻ നിന്നിരുന്നത് കേട്ടാ പണ്ട്. എൻ്റെ വളരെ കുറച്ച് ഫ്രണ്ട്സിനെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ടായുള്ളൂ. അതിലെൻ്റെ മോനു മാത്രമേ വന്നുള്ളൂ. മോനുവിന് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. ഇതാണ് എൻ്റെ മോനിഷ. നിങ്ങൾക്ക് അറിയായിരിക്കും, ലൈവിലൊക്കെ അവൾ ഒന്ന് കമൻറ്റ് ഇടാറുണ്ട്. അപ്പോൾ മോനിഷയാണിത്. മോനിഷയുടെ മോള് ശരത്ത് ചേട്ടൻ പുറത്താണ്. അപ്പോൾ അവളും കൂട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു ഫോട്ടോ എടുക്കട്ടെ. അടുത്തത് വർഗീസേട്ടൻ്റെ കൂടെയുള്ളൊരു ഫോട്ടോ കേട്ടാ. അങ്ങനെ നമ്മുടെ ഫോട്ടോ സെക്ഷൻ ഏകദേശം തീർന്നുണ്ട്. ഇനി അവർ രണ്ടുപേരെ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും ഞാനൊന്ന് താഴെ പോയിട്ട് വരട്ടെ കേട്ടാ. ഫുഡൊക്കെ എന്തായിന്ന് അറിയണ്ടേ. ഇത് എൻ്റെ ഒരു അനിയൻ ജ്യോതിഷുക്കുട്ടനാണ് കേട്ടാ. എൻ്റെ മുത്തുമണിയാണ്. ശ്രീകുട്ടൻ്റെ നിശ്ചയത്തിനും ഇപ്പം കല്യാണത്തിനും ഇവത്തിന് വൈകിയാണ് വന്നേ. എന്നാലും കുറച്ച് നേരമാണെങ്കിലും ബാക്കി വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുന്നത് അവനാണ്. അവൻ നമ്മുടെ മുത്താണ് കേട്ടാ. പോരെ ജ്യോതിഷു മോനെ, ഇത്രയും പറഞ്ഞാൽ പോരെ? ഇത്രയും പൊക്കിയാ പോരെ? പൊക്കിയതല്ലാട്ടാ, ശരിക്കും അവൻ ഞങ്ങളുടെ മുത്ത. നമ്മുടെ അമ്മിണിക്കുട്ടിക്കും ശ്രീകുട്ടനും വയ്യാണ്ടായി. അമ്മിണിക്കുട്ടിക്ക് നല്ലോണം വയ്യാണ്ടായി. അതാ പറയണേ, മടുത്തു വയ്യാണ്ടായി. പ്രശസ്ത വ്ളോഗർ ഹരിത പരിപ്പ് തൊട്ട് നോക്കുന്നു. അച്ചാറ്. സദ്യയുടെ കാര്യം പറയാൻ വെച്ചാൽ അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ സദ്യയായിരുന്നു. പായസം, എൻ്റെ ഇഷ്ടപ്പെട്ട പഴപ്രഥമനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കല്യാണ സാരി മാറി വീട്ടിലേക്ക് കയറാനുള്ള സാരി കൊടുത്ത് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കുട്ടിയെ കൊണ്ടുപോകാം അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരുക്കങ്ങളുടെ ഇടയിൽ ഇതേ പുറത്ത് എല്ലാവരും വെയിറ്റിംഗ് ആണ്. പിന്നെ എല്ലാവരോടും ടാറ്റ ബൈയൊക്കെ പറഞ്ഞ് ആ സമയമാകുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങണം. സാരിയുടെ കളറൊക്കെ നോക്കി. അങ്ങനെ നമ്മുടെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നത്. വീണ്ടും ഈ അവസരത്തിൽ എന്താണ് അളിയന് പറയാനുള്ളത്? സന്തോഷം മാത്രം. അപ്പം നമ്മുടെ ദേവികക്കുട്ടിയുടെ വീട്ടുകാരെ യാത്രയാക്കുക. ദേവികക്കുട്ടിയുടെ വീട്ടുകാരല്ല, ഇപ്പം നമ്മുടെ വീട്ടുകാരാണ്. അപ്പോൾ പാലയിലേക്ക് അവർ തിരിച്ചു പോവുകയാണ്. കോട്ടയത്താണ്. അപ്പോൾ അവരെ യാത്രയാക്കുകയാണ്. ഇവരിറങ്ങുമ്പോഴത്തേക്കും അവർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും കയറിയിട്ടുണ്ട്. കുറേ ദൂരം പോകണമല്ലോ. പിന്നെ അവർക്ക് ഹോസ്പിറ്റൽ കേസായിട്ടും ഇങ്ങനെ ഇരിക്കണത് കൊണ്ട് പെട്ടെന്ന് അവിടേക്ക് പോകണം. അങ്ങനെയൊക്കെയുള്ള തിരക്കാണ് കേട്ടോ. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ കയറുകയാണ്. വീട്ടിലേക്ക് പോവാണ്, നമ്മുടെ വീട്ടിലേക്ക്, കൈലാസത്തിലേക്ക്. ഇന്ന് കൈലാസത്തിലേക്ക് കയറി അവിടെ പാലും പഴവും കുടിക്കുന്നതോടെ ഇന്നത്തെ പരിപാടി തീരും. ഇനി അടുത്ത ആഴ്ച, അടുത്ത സാറ്റർഡേ പാർട്ടിയാണ്. അപ്പോൾ അടുത്ത വ്ളോഗിലാണ് കേട്ടോ അത് ഇടുള്ളൂ. ഇതിപ്പോൾ തന്നെ നല്ല ലെങ്തായി. അപ്പോൾ അതെ പെണ്ണും ചെക്കനും നമ്മുടെ കൈലാസത്തിലെത്തിയിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് അവരെ വിളക്കൊക്കെ കൊടുത്ത് കയറ്റാലോ അല്ലേ.
അങ്ങനെ എൻ്റെ അമ്മ ടെൻഷൻ അടിച്ച് വയ്യാണ്ടായി. പരിപാടി ഭംഗിയായിട്ട് തീരാറായി. ഇതോടുകൂടി നമ്മുടെ പരിപാടികൾ അവസാനിക്കുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മുടെ കുട്ടി അകത്തെത്തി. അങ്ങനെ അകത്തെത്തി. അവളെ ഇടത് കാലം എടുത്ത് വെച്ചതേ അതുകൊണ്ടാണ്. അയ്യോ ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഏത് കാലം എടുത്ത് വെച്ചാലും കുഴപ്പമില്ല മോളെ, വലത് കാലം എടുത്ത് വെച്ചിട്ട് അടിയും വെക്കാനായിട്ട് കാര്യമുണ്ടാ, നീ ഏത് കാലം വേണമെങ്കിലും എടുത്ത് വെച്ചോ, 2 കാലം ഉണ്ടെങ്കിലല്ലേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദാ ഭഗവാനെയൊക്കെ തൊഴുകയാണ് കേട്ടാ. അടുത്തന്നെ സംസാരിക്കുകയാണെങ്കിൽ മാമന് ഇപ്പൊ പണിയായില്ലോ, അവിടെ വെച്ചും കഴിക്കണേ അല്ല ഇവരുടെ പരിപാടിയില്ല, വെല്ലിമേട നല്ല പരിപാടിയാ ഇവരുടെ. വെല്ലിമേട സൂപ്പറാ. ആ നാരങ്ങ നാരങ്ങ പിടിച്ചിട്ടേ ഉപ്പിടണം കേട്ടാ. തണുത്ത വെള്ളം അത് കളറൊന്നും മാറ്റില്ല ചേട്ടാ. നമുക്ക് ഒറ്റ വലിയ പറഞ്ഞിരുന്ന നോക്കിക്കോ. എന്റെ അമ്മയുടെ മുടി ഊരിട്ടു. എന്റെ അമ്മയുടെ മുടി ചിറ്റ ഊരിടുത്തു. എന്റെ അമ്മയുടെ മുടി ഊരിടുത്തു. ആ ചിറ്റയുടെ കൂടി ഊര്. ചോറ് എന്തൊക്കെ എടുത്താ സന്ധിട്ടെന്ന് പറഞ്ഞേ. അങ്ങനെ കുറെ നേരത്തെ കത്തിവെപ്പിന് ശേഷം അത് രസമല്ല എല്ലാവരും കൂടുമ്പോൾ. അതൊക്കെ കഴിഞ്ഞതേ ഓരോരുത്തരും ബാലൻസ് ഉള്ള ഭക്ഷണം ഓരോരുത്തരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാണ്. വേസ്റ്റ് ആക്കി കളയാൻ പറ്റില്ലല്ലോ. ഇത് എടുക്കല്ലേ എന്റെ ഹരിമോനെ, ഇതൊന്നും എടുത്തന്നെ നാണം കെടുത്തല്ലേ എന്ന് പറയാണ് ചിറ്റ. ഇതും എല്ലാ വീട്ടിലും നടക്കുന്നതല്ലേ, ഇതും ഇതിന്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞ് ഞാൻ അതങ്ങോട്ട് എടുത്തു. അങ്ങനെ നമ്മളും നമ്മുടെ വീട്ടിലേക്ക് പോന്നു കേട്ടാ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, സീ യു.